യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. നമ്മൾ ബന്ധങ്ങൾ തേടേണ്ടത് പെർഫെക്റ്റ് ആയിട്ട് ആരും ഉണ്ടാവില്ലല്ലോ. അവള് കാക്കക്കൂട്ടി കേറി കുയിലിന്റെ കുഞ്ഞായി മാറി ഇത്രയും കാലം നിന്നിട്ടും അവളെ പെട്ടെന്ന് തള്ളിക്കളയാൻ പറ്റുന്നില്ല. എന്നാലും സത്യം അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. മധു, എല്ലാം ദൈവനിശ്ചയമാ. നമുക്ക് ആർക്കും കാണാൻ കഴിയാത്തൊരു ശക്തി നമ്മുടെ പിന്നാലെ ഉണ്ട്. ആ ദൈവം നമ്മളെ ചില അവസ്ഥകളിലൂടെ ഒക്കെ കൊണ്ടുപോകും. നമ്മുടെ എല്ലാ അവസ്ഥയും മറ്റുള്ളവർക്ക് വളരെ നിസ്സാരമാണ്. പക്ഷേ സ്വന്തം ജീവിതത്തിൽ അത് അനുഭവിക്കേണ്ടി വരുമ്പോഴാ നമുക്ക് മഹത്തരമായി തോന്നുന്നത്. ചിലയിടങ്ങളിൽ നിശബ്ദത പാലിക്കുകയും ചിലത് കാണാതിരിക്കുകയും ചെയ്താൽ ജീവിതം മനോഹരമാകുമെന്ന് ആരോ പറഞ്ഞിട്ടുണ്ട്. നമുക്കെല്ലാം ദൈവത്തിൽ അർപ്പിക്കാം. വാ മാധുരി, എന്തായാലും പൂജാമുറിയിലൊന്ന് വിളക്ക് കത്തിക്കാം. മനസ്സിലുള്ള അന്ധകാരം എല്ലാം അങ്ങോട്ട് മാറട്ടെ. പൂജമോളെ, നിന്റെ അച്ഛൻ നീ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാത്തതിന് ഞാൻ എന്ത് കാരണം പറയാനാ? അതല്ല ആന്റി, ആന്റിക്കറിയാലോ, മുമ്പായിരുന്നെങ്കിൽ പൂജയോടുള്ള ദേഷ്യം കൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നതെന്ന് കരുതാമായിരുന്നു. ഇപ്പൊ ഇവളോടുള്ള ആറ്റിറ്റ്യൂഡ് മാറി. ഇത്രയും കാലം പെരുമാറിയതിന് മുഴുവൻ മാപ്പ് ചോദിക്കുക വരെ ചെയ്തു. അങ്ങനെയുള്ള ആളെന്തിനാ ഇക്കാര്യം മാത്രം മറച്ചു വെക്കുന്നത്? ശങ്കരങ്ങള് ആശുപത്രിയിൽ വന്നിട്ട് പോലുമില്ലെന്ന് ആദ്യം അച്ഛൻ പറഞ്ഞത്. ഞങ്ങള് രണ്ടുപേരും ആളെ കണ്ടുവന്നായപ്പോ വന്നു, ഒന്നും പറയാതെ പോയിന്നായി. ഇക്കണക്കിന് പോയാ അച്ഛൻ പോലീസിന് കൊടുക്കുന്ന മൊഴിയിൽ ആരാണ് ആക്രമിച്ചതെന്ന് പോലും പറയാൻ സാധ്യതയില്ല. അതെ ആന്റി, അങ്കിളിന്റെ ഈ സ്റ്റാൻഡ് കാരണം പ്രിയയെ ഒതുക്കാനുള്ള ഒരു ചാൻസാ ഇല്ലാതാവുന്നത്. ഇക്കാര്യത്തിൽ ഞാൻ എന്തു പറയാനാ അർജുൻ? നന്ദേട്ടനും ശങ്കരൻ തമ്മില് എന്തെങ്കിലും ഒരു പ്രശ്നമോ തർക്കമോ ഉള്ളതായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ എപ്പോഴാ ശങ്കർ ഇങ്ങനെയൊക്കെ മാറിയെന്ന് പോലും എനിക്കറിയില്ല. അന്നത്തെ ആക്സിഡന്റിന് ശേഷം നന്ദേട്ടന്റെ കമ്പനി കാര്യങ്ങളും ബിസിനസ്സും ഒക്കെ നോക്കി നടത്തിയിരുന്നത് ശങ്കറാണല്ലോ. അതെല്ലാം കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം കാരണമാവാം ഇങ്ങനെയുള്ള കൂട്ടിലേക്ക് അയാളെത്തിയത്. പക്ഷേ ഞാൻ ആ വീട്ടിൽ ചെന്ന് കയറുന്ന കാലത്തൊന്നും അയാളും നന്ദേട്ടനും തമ്മിൽ ഒരു പ്രശ്നമുള്ളതായി കണ്ടിട്ടില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ആന്റി സത്യസന്ധമായിട്ട് ഉത്തരം പറയണം. ചോദിക്കർജുൻ. ആക്സിഡന്റിന് ശേഷം കുറെ കാലം ആന്റിക്ക് ഓർമ്മകൾ ഉണ്ടായിരുന്നില്ല. ഓർമ്മ വീണ്ടും കിട്ടാൻ തുടങ്ങിയപ്പോ ആന്റി തിരിച്ചറിയാതിരുന്നത് അങ്കിളിനെ മാത്രമാണ്. അതെ, ഞാനും അജുവേട്ടനും എപ്പോഴും സംസാരിക്കുന്ന കാര്യം അത്. അമ്മ എന്താ അച്ഛനെ മാത്രം തിരിച്ചറിയാത്തെന്ന്? ഞാൻ തിരിച്ചറിഞ്ഞില്ല എന്ന് ആര് പറഞ്ഞു? ഞാൻ തിരിച്ചറിഞ്ഞതായി ഭാവിച്ചില്ല, അത്രേ ഉള്ളൂ. അമ്മ അതെന്തിനാ? മനഃപൂർവ്വം തന്നെ. നിങ്ങളെല്ലാവരും കരുതിയിരിക്കുന്നത് അന്നത്തെ ആക്സിഡന്റോടെ ഞാനും നന്ദേട്ടനും പിരിഞ്ഞുപോയി എന്നല്ലേ? അതല്ലേ സത്യം? ശരിയാ, അന്നത്തോടെ ഞങ്ങൾ അകന്നുപോയി എന്നുള്ളത് ശരിയാ. പക്ഷേ ആ ആക്സിഡന്റ് സംഭവിച്ചില്ലായിരുന്നെങ്കിലും ഞങ്ങളൊരു പക്ഷേ ഒരുമിച്ച് ജീവിക്കില്ലായിരുന്നു. അമ്മ എന്തൊക്കെയാ പറയുന്നേ? അതേ മോളെ, ആ ആക്സിഡന്റ് ഒരു കാരണമായിന്നേ ഉള്ളൂ. പക്ഷേ അതുകൊണ്ടൊരു ഗുണമുണ്ടായി. വർഷങ്ങളോളം ഒന്നും ഓർമ്മിക്കാതെ ജീവിക്കാൻ പറ്റി. ചില ഓർമ്മകൾ ഇല്ലാതെ പോകുന്നത് ഒരു അനുഗ്രഹം തന്നെയാ. അങ്ങനെ ഓർക്കാതിരിക്കാൻ മാത്രം
എന്ത് മോശപ്പെട്ട ഓർമ്മയാ അമ്മയ്ക്ക് അച്ഛനായിട്ടുള്ളത്. അതൊക്കെ കഴിഞ്ഞു പോയ കാലമല്ലേ മോളെ. എന്നേ അതൊക്കെ ഞാൻ മനസ്സിൽ നിന്ന് മാറ്റിയതാ. ഇനി വീണ്ടും തുറന്നു നോക്കിയിട്ട് എന്തിനാ? എന്നുവെച്ചാ ഇനി ഒരിക്കലും അമ്മ അച്ഛനായി ഒരുമിച്ച് ജീവിക്കില്ലെന്നാണോ? എനിക്ക് ഒരു കാലത്തും അച്ഛന്റെ അമ്മയുടെ കൂടെ ജീവിക്കാൻ കഴിയില്ലേ? അത്രയ്ക്ക് ഭാഗ്യം കിട്ട ഒരു ജന്മാണോ അമ്മ എന്റേത്? ആര് പറഞ്ഞു എന്റെ മോളൊരു ഭാഗ്യം കിട്ട ജന്മമാണെന്ന്? എന്റെ പൂജ നോക്കിയപ്പോ ആരാ ഇല്ലാത്തത്? അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഭർത്താവുണ്ട്, ബന്ധുക്കളുണ്ട്. എല്ലാ കാലത്തും ഇവരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവരുടെ ഒന്നും സ്നേഹം അനുഭവിക്കാൻ ഭാഗ്യം ഉണ്ടായില്ലെന്ന് മാത്രം. ഇനിയും അങ്ങനെ തന്നെ വേണമെന്നാണോ അമ്മ പറയുന്നത്? ഒരിക്കലില്ല മോളെ. മോള് നോക്കിക്കോ, എല്ലാവരും മോളെ സ്നേഹിക്കും. ആന്റി, എല്ലാവരുടെ സ്നേഹം ഒരു പൊതു സ്പേസിൽ പങ്കിടുമ്പോഴല്ലേ അതൊരു കുടുംബമാവുന്നത്. ആ കുടുംബത്തെയാ ആന്റി ഇപ്പൊ വേണ്ടാന്ന് വെക്കുന്നത്. ആ കുടുംബം എന്നിൽ നിന്നും പണ്ടേ ഇല്ലാതായി പോയത് അർജുൻ മോനെ. അമ്മ അങ്ങനൊന്നും പറയല്ലേ. അമ്മയ്ക്ക് ഞങ്ങൾ എല്ലാരും ഉണ്ട്. ദേ, കേസ് തീർന്ന് അമ്മയും അച്ഛനായിട്ട് ഒരുമിച്ച് ജീവിക്കുന്നത് ഒരുപാട് സ്വപ്നം കണ്ടതാ ഞാൻ. നീ ഇപ്പൊ വലിയ കുട്ടിയായില്ലേ മോളെ. ഇനി നിന്റെ ഭർത്താവും കുട്ടികളുമായിട്ടുള്ള കുടുംബമല്ലേ നന്നായി ജീവിക്കേണ്ടത്. അമ്മ എത്ര വലുതായാലും മക്കൾക്ക് അച്ഛനമ്മമാരോടുള്ള സ്നേഹവും അവരോടൊപ്പം കഴിയാനുള്ള ആഗ്രഹവും ഇല്ലാതാവോ? മോള് പറയുന്നത് അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഈ കാര്യത്തില് അമ്മ നിസ്സഹായാണ് മോളെ. ചില കാര്യങ്ങൾ ജീവിതത്തിൽ ആവർത്തിക്കാൻ പറ്റാത്തവയാ. അതുപോലെന്നാ നിന്റെ അച്ഛനുമായിട്ടുള്ള ജീവിതവും. അർജുൻ, കേസ് തീർന്നാലും ഞാൻ ഇനിയുള്ള കാലം ഇവിടെ തന്നെയാവും. നിങ്ങൾ രണ്ടുപേരും ഇടയ്ക്കിടെ ഇങ്ങോട്ട് വരണം. എനിക്കിനി എന്റെ മകള് മാത്രമേ ഉള്ളൂ, അത് മറക്കരുത്. ആന്റി, എന്ന് ചെല്ല്. നേരം കുറയായി. ആശുപത്രിയിൽ ആള് വേണ്ടേ? അമ്മ ചെല്ല് മോളെ, അമ്മ ചെല്ല്. താനിങ്ങനെ വിഷമിക്കാതിരിക്കെ. കരയാതിരിക്കണോ? ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ ചേട്ടാ? അമ്മ ഒരിക്കലും അച്ഛനോടൊപ്പം ജീവിക്കില്ല എന്ന് കേട്ടതില് ഞാൻ സന്തോഷിക്കണം. ഇറങ്ങ, ഇറങ്ങടൂ. ആന്റിയുടെ ഇപ്പോഴത്തെ സ്റ്റാൻഡ് ഞാനോ താനോ കാരണം എടുത്തിട്ടുള്ളതല്ല. അത് തനിക്കറിയാലോ. അപ്പൊ പിന്നെ അതെന്തുകൊണ്ടാണെന്ന് അന്വേഷിക്കുകയല്ലേ വേണ്ടത്? ഇങ്ങനെ സങ്കടപ്പെടുകയാണ് വേണ്ടത്? തനിക്കിപ്പോ എന്താ വേണ്ടത്? അച്ഛന്റെ അമ്മയുടെ ഒപ്പം ജീവിക്കണം. സന്തോഷമായിട്ട് കഴിയുന്ന അവർക്കൊപ്പം ജീവിക്കണം. അപ്പോ ആ സന്തോഷം ഇല്ലാതാക്കുന്ന കാരണം കണ്ടെത്തി ആദ്യം അത് പരിഹരിക്കണം. വേണ്ടേ? വേണം. തനിക്ക് തോന്നുന്നുണ്ടോ അമ്മയുടെ മനസ്സിലുള്ളത് അടുത്ത കാലത്ത് സംഭവിച്ച എന്തെങ്കിലും പ്രശ്നത്തിന്റെ ബാക്കിയാണെന്ന്? അതിന് കഴിഞ്ഞ കുറെ കൊല്ലങ്ങളായി അവരൊരുമിച്ച് ജീവിച്ചിട്ടില്ലല്ലോ. പിന്നെ എന്ത് പ്രശ്നം? യെസ്,
അപ്പോ അത് മുമ്പ് സംഭവിച്ച എന്തോ കാര്യമാണ്. അന്നത്തെ ആ ആക്സിഡന്റിന് മുമ്പ് സംഭവിച്ച എന്തോ ഒരു വിഷയം.